യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. 4-5 പേരടങ്ങുന്ന ഒരു കുടുംബം നയിക്കാൻ ഒരു ഗൃഹനാഥന് കഴിയും. ഒരു സ്കൂളിന് ഒരു പ്രിൻസിപ്പളും ടീച്ചേഴ്സും അസിസ്റ്റന്റ് പ്രിൻസിപ്പളും ഒക്കെ വേണം. ഒരു സംസ്ഥാനം നയിക്കാൻ ഒരു മുഖ്യമന്ത്രിയും കൂട്ടുമന്ത്രിസഭയും MLA-മാരും പഞ്ചായത്ത് ഭരണാധികാരികളും വേണം. ഓരോ പ്രസ്ഥാനത്തിൻ്റെയും സുഗമമായ നടത്തിപ്പിന് കൂട്ടായ പ്രയത്നം കൂടിയേ കഴിയൂ. അതിന് തക്കതായ പ്രഗത്ഭരായ കഴിവുള്ളവരെ ഓരോ ജോലിയും ഭരമേൽപ്പിക്കുമ്പോൾ നേതാക്കന്മാർക്ക് തങ്ങളുടെ ജോലി കാര്യക്ഷമമായി ചെയ്യുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 1 മുതൽ 6 വരെ വായിക്കുമ്പോൾ ചില പ്രത്യേക വ്യക്തികളെ അപ്പോസ്തലന്മാർ പ്രത്യേക വേലയ്ക്കായി നിയമിച്ചാക്കി എന്നത് നമുക്ക് കാണാം. 1-ാം വാക്യത്തിൽ ശിഷ്യന്മാർ പെരുകി എന്ന് കാണാം. ഈ പുസ്തകത്തിൽ ശിഷ്യന്മാർ എന്ന പദം ആദ്യമായി കാണുന്നത് ഇവിടെയാണ്. ശിഷ്യന്മാർ എന്നതുകൊണ്ട് ഒറ്റയ്ക്കായോ സമൂഹമായോ ഉള്ള വിശ്വാസികളെയാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ വിദ്യാർത്ഥികൾ എന്നാണ് ശിഷ്യന്മാരുടെ അർത്ഥം. വിശ്വാസ സമൂഹം വർദ്ധിച്ചു വന്നപ്പോൾ ആ കൂട്ടത്തിൽ അനേകം വിധവമാരും ഉണ്ടായിരുന്നു. ആരോരും സഹായിക്കാനില്ലാത്ത ഇക്കൂട്ടർക്ക് സഹായമായി പലരും മുന്നോട്ട് വന്നു. അവർക്കൊക്കെ വേണ്ടുന്നത് പങ്കുവച്ചു കൊടുത്തിരുന്നത് അപ്പോസ്തലന്മാർ തന്നെയായിരുന്നു. അന്ന് യെരുശലേം സഭയിൽ 2 കൂട്ടം യഹൂദന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. യെരുശലേമിൽ പാർത്തിരുന്ന യഹൂദരും യെരുശലേമിന് വെളിയിൽ പാർത്തിരുന്നവരും. 2 ഭാഷയായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. യെരുശലേമിന് വെളിയിൽ പാർത്ത ജനം ഗ്രീക്ക് ഭാഷയും യെരുശലേമിൽ താമസിച്ചിരുന്നവർ എബ്രായ അല്ലെങ്കിൽ അരമായിക് ഭാഷയിലും സംസാരിച്ചിരുന്നു. ഈ സഭയിൽ ഒരു പ്രശ്നമുണ്ടായി. ഇവിടെ ഒരു വേർതിരിവ് കാണിച്ചു. ഗ്രീക്ക് സംസാരിക്കുന്നവരുടെ പരാതിയും പിറുപിറുപ്പും ഇതാണ്: അവരുടെ ഇടയിലുള്ള വിധവമാരെ എബ്രായ ക്രിസ്ത്യാനികൾ ഉപേക്ഷയായി വിചാരിച്ചു. എബ്രായ ഭാഷ സംസാരിക്കുന്ന യഹൂദ ക്രിസ്ത്യാനികൾ ഗ്രീക്ക് ഭാഷക്കാരായ ശിഷ്യന്മാരെ കുറഞ്ഞ ജാതികളെ പോലെയാണ് അവർ കണ്ടത്. തമ്മിലൊരു വിഭജനം അതുമൂലമുണ്ടായി. വേർതിരിവ് കാണിച്ചു. ഭക്ഷണ വിതരണം നടത്തിയതും പണം പങ്കിട്ട് കൊടുത്തതും യഹൂദ ക്രിസ്ത്യാനികളായതിനാൽ തന്നെ ഗ്രീക്കുകാരായ വിധവമാരെ യഹൂദന്മാരെ അവർ അവഗണിക്കുകയാണ് ചെയ്തത്. ഈ പിറുപിറുപ്പ് അപ്പോസ്തലന്മാർ അറിഞ്ഞപ്പോൾ അവർ 12 പേരും കൂടി ചില തീരുമാനങ്ങൾ എടുത്തു എന്നല്ല ബൈബിൾ പറയുന്നത്. മറിച്ച് പരാതിക്കാരായ അല്ലെങ്കിൽ പിറുപിറുത്ത ശിഷ്യന്മാരെ 12 അപ്പോസ്തലന്മാരും വിരിച്ചുകൂട്ടി. 12 അപ്പോസ്തലന്മാരെ പന്തിരുവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ ഭാഗത്ത് മാത്രമാണ്. ഇവിടെ ഉണ്ടായ പ്രശ്നം, ഇതിന് കാരണം ബലഹീന നേതൃത്വമാണ് എന്നല്ല, മറിച്ച് ജനപ്പെരുപ്പം കാരണം കാര്യക്ഷമത കുറഞ്ഞു എന്ന് നമുക്ക് അനുമാനിക്കാം. വിശ്വാസികളുടെ പരാതിക്ക് ഒരു പരിഹാരം അവർ നിർദ്ദേശിക്കുന്നു. അവരുടെ ആവശ്യം ഭൗതിക കാര്യമാണ്. സഭയുടെ പണം ശരിയായി കൈകാര്യം ചെയ്യാനും തങ്ങളുടെ ഇടയിൽ അർഹതപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് യോഗ്യമായ രീതിയിൽ സഹായം എത്തിക്കുവാനും ചിലരെ അവരുടെ ഇടയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്തു. മേൽ പറഞ്ഞ ശുശ്രൂഷയ്ക്ക് അവർ മുന്നോട്ട് വെച്ച മാനദണ്ഡം ഇതായിരുന്നു: ആത്മാവും ജ്ഞാനവും നിറഞ്ഞവരായിരിക്കണം, നല്ല സാക്ഷ്യം ഉള്ളവരായിരിക്കണം. സഭയിലെ ഏത് ശുശ്രൂഷയും ഇപ്രകാരമുള്ളവരെ മാത്രം ഏൽപ്പിക്കണം എന്നത് അന്നും ഇന്നും ഒരുപോലെ ബാധകമാണ്. എന്താണ് ഈ 7 പേരുടെ ശുശ്രൂഷ? മേശമേൽ ശുശ്രൂഷിക്കുക. മേശ എന്നാൽ പണം കൈകാര്യം ചെയ്യുന്നവരുടെ മേശ അല്ലെങ്കിൽ ഭക്ഷണമേശ, ഇതാണ് അർത്ഥം. വിധവമാരുടെ കാര്യത്തിൽ അവർക്ക് ധനസഹായവും ഭക്ഷണവും രണ്ടും ആവശ്യമാണ്. ഇത് കൃത്യതയോടെ കാര്യക്ഷമതയോടെ വേർതിരിവ് കാണിക്കാതെ തക്ക സമയത്ത് ചെയ്യേണ്ട കാര്യവുമാണ്. അതിന് സമയവും അധ്വാനവും ആവശ്യമാണ്. ഇതിനായി അപ്പോസ്തലന്മാർക്ക് സമയം മാറ്റിവെക്കുവാൻ കഴിയുകയില്ല. അതിനാൽ അതിനുവേണ്ടി 7 യോഗ്യന്മാരെ അവർ തെരഞ്ഞെടുത്ത ശേഷം അപ്പോസ്തലന്മാർ എന്തു ചെയ്തു? തെരഞ്ഞെടുത്ത 7 പേരെ നിരീക്ഷിക്കാൻ CCTV വെച്ചില്ല. ചാരപ്പണി ചെയ്യുന്ന വിശ്വാസിയെ തേടി പോയില്ല. ഇടയ്ക്കിടെ കണക്ക് പുസ്തകം നോക്കിയില്ല. അപ്പോസ്തലന്മാരിൽ ഒരാളെ 7 പേരുടെയും മേൽനോട്ടം ഏൽപ്പിച്ചതുമില്ല. കാരണം തിരഞ്ഞെടുത്ത 7 പേരും ആത്മാവും ജ്ഞാനവും നിറഞ്ഞവരായിരുന്നു, നല്ല സാക്ഷ്യം ഉള്ളവരായിരുന്നു. സകലവും വിവേചിക്കുന്ന പരിശുദ്ധാത്മാവ്, അനന്യാസിന്റെയും സഫീറിന്റെയും വഞ്ചന വെളിച്ചത്ത് കൊണ്ടുവന്ന പരിശുദ്ധാത്മാവ് സഭയിൽ ഉണ്ടായിരുന്നതിനാൽ തന്നെ സകലർക്കും ഭയമുണ്ടായിരുന്നു. അതിനാൽ തന്നെ തങ്ങളെ ദൈവം ഏൽപ്പിച്ച മഹാദൗത്യം അപ്പോസ്തലന്മാർക്ക് തുടർന്നു കൊണ്ടുപോകാൻ ഇടയായി. പ്രാർത്ഥനയും വചന ശുശ്രൂഷയും ഇത് രണ്ടുമായിരുന്നു അവർ ഫോക്കസ് ചെയ്തത്. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. പ്രാർത്ഥന മാത്രം പോരാ,
വചന ശുശ്രൂഷ മാത്രം പോരാ, ഇത് രണ്ടും കൂടെ വേണം. പ്രാർത്ഥന കൂടാതെ വചന ശുശ്രൂഷ ഫലകരമാകുകയില്ല. ദൈവത്തിന് വേണ്ടി ജനത്തോട് സംസാരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയിൽ ദൈവത്തോട് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ കർത്താവായ യേശു തന്നെയാണ് അതിന് നമുക്ക് മാതൃക. കർത്താവിൻ്റെ എല്ലാ ശുശ്രൂഷയ്ക്ക് പിന്നിലും രാത്രി മുഴുവനുമുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്നവന്റെ മേൽ ആത്മാവിന്റെ ശക്തി ദൈവം പകരും. ആദ്യം പ്രാർത്ഥന, പിന്നെ വചന ശുശ്രൂഷ. അങ്ങനെ ഒരു ക്രമം ഉണ്ടായിരുന്നു. പ്രാർത്ഥനയാൽ പാത്രങ്ങൾ നിറയപ്പെടുന്നു, വചന പ്രഘോഷണത്തിലൂടെ പാത്രങ്ങൾ ഒഴിയപ്പെടുന്നു. അതിനാൽ ശക്തിയേറിയ ഒരു ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥനയുടെ ശക്തി അത്യന്താപേക്ഷിതമാണ്. 5-ാം വാക്യത്തിൽ പറയുന്നു, അപ്പൊസ്തലന്മാരുടെ നിർദ്ദേശം ജനം അംഗീകരിച്ചു. 7 പേരും ഗ്രീക്ക് പേരുള്ളവരായിരുന്നു. ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാർ തന്നെയായിരുന്നു. ഹെലനിസ്റ്റ് എന്നാണ് അവരെ പൊതുവെ വിളിച്ചിരുന്നത്. അവർ ആരൊക്കെ എന്നാൽ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖേമോസ്, നിക്കനോർ, തിമോൻ പർണമാസ്, നിക്കലാവോസ് എന്നിവരായിരുന്നു. ഇവരിൽ നിക്കലോവസ് യഹൂദ മതാനുസാരിയായിരുന്നു എന്ന് വായിക്കുന്നു. യഹൂദ മതാനുസാരി എന്നാൽ ജാതികളിൽ നിന്ന് പരിച്ഛേദനയേറ്റ് പൂർണ്ണ യഹൂദനായവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ടവരെ അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. അതിനർത്ഥം അവരെ സഭയായി അംഗീകരിച്ചു. അവർക്ക് പൂർണ്ണ പിന്തുണ സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് അർത്ഥമാക്കുന്നത്. എല്ലാ അധികാരവും ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ചെറുതായാലും വലുതായാലും ദൈവസഭയിൽ നാം ചെയ്യുന്ന ശുശ്രൂഷ ഏറ്റവും ഭയത്തോടും വിറയലോടും ബഹുമാനത്തോടും ചെയ്യേണ്ടതാകുന്നു. മേശമേലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി അപ്പോസ്തലന്മാർ മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങൾ തന്നെ അത്രയ്ക്കും ഗൗരവമേറിയതായിരുന്നു. സ്തെഫാനോസും ഫിലിപ്പോസിന്റെയും ശുശ്രൂഷ മേശമേലുള്ള ശുശ്രൂഷയിൽ മാത്രം ഒതുങ്ങിയില്ല. തുടർന്നുള്ള അധ്യായങ്ങളിൽ സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എന്ന് വായിക്കുന്നു. തുടർന്ന് സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായി മാറി. ഫിലിപ്പോസ് ആകട്ടെ ശമരിയയിൽ സുവിശേഷം പ്രസംഗിക്കുകയും വളരെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് എന്ന് വായിക്കുന്നു. എത്യോപ്യക്കാരൻ ഷണ്ണനെ വചനം പറഞ്ഞുകൊടുത്ത് സ്നാനപ്പെടുത്തിയതും ഫിലിപ്പോസ് ആണ്. ഉള്ളിൽ ദൈവകൃപയുള്ളവനെ ഒരിക്കലും ഒരാൾക്കും പിടിച്ചു നിർത്താൻ കഴിയുകയില്ല. തങ്ങളെ ഏൽപ്പിച്ച വേലയിൽ അല്പത്തിൽ അവർ വിശ്വസ്തരായിരുന്നാൽ ദൈവം അവരെ അധികത്തിൽ വിചാരകരാക്കി. പ്രിയ ദൈവപൈതലെ, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അത് ഭവനത്തിലായാലും ജോലി സ്ഥലത്തായാലും സഭയിലായാലും ആത്മാഭിഷേകത്തോടെ ജ്ഞാനത്തോടെ ചെയ്യുക. നല്ല സാക്ഷ്യം പ്രാപിക്കുക. ദൈവനാമം ദുഷിക്കത്തക്ക ഒന്നും നമ്മളിൽ നിന്നുണ്ടാകാതിരിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. God bless you all.